എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തയ്യാറായി നിൽക്കുന്ന കെട്ടിടങ്ങൾ നമ്മളുടെ സർക്കാരിൻ്റെ അധീനതയിൽ നിരവധിയുണ്ട്. അത്തരമൊരു കെട്ടിടം കാണിച്ചു തരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിച്ച സമയത്ത് ഉണ്ടായിരുന്ന കെട്ടിടമാണ്. DMEയുടെ ഈ ഓഫീസിൻ്റെ തൊട്ട് മുമ്പിലാണ്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ആൾക്കാർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ അബദ്ധവശാൽ അവിടെയൊക്കെ പോയി നിന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു അപകടം ഉണ്ടായാൽ മാത്രമേ നമ്മളെ കണ്ണ് തുറക്കൂ എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ എല്ലാ കാലത്തും നമുക്ക് ഇവിടെ ഉള്ളതാണ്. ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കോമ്പൗണ്ടിലെ പഴയ കെട്ടിടം മാത്രമല്ല, ഇതുപോലെ ഇടിഞ്ഞു വീഴാൻ തയ്യാറായി നിൽക്കുന്നതും വീണതുമായ നിരവധി കെട്ടിടങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. പല ക്വാർട്ടേഴ്സുകൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റ് ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകൾ അതും പൂർണ്ണമായും തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. ആവശ്യത്തിന് സുരക്ഷാ കെട്ടിടങ്ങളുടെ ഉറപ്പ് നമ്മൾ പരിശോധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഏതു സമയത്തും വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സുരക്ഷിതമല്ലാത്തതിനാൽ പൊളിക്കണം എന്ന മുന്നറിയിപ്പ് ഇത്തരം കെട്ടിടങ്ങൾക്ക് മുന്നിലെല്ലാം പതിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ പൊളിച്ചു നിൽക്കുന്നില്ല. സ്വയം പൊളിഞ്ഞു വീഴാൻ കാത്തിരിക്കുകയാകും. സജീവകുമാറിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.